റൈറ്റ്, അപ്പോൾ ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. യൂത്ത് ഫോർ മിഷൻസിന്റെ സാറ്റർഡേ മോർണിംഗ് ബൈബിൾ സ്റ്റഡിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. കർത്താവ് ഒരു വർഷം കൂടെ നമുക്ക് എല്ലാവർക്കും തന്നു, അതിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ വർഷം അങ്ങ് ദൈവം നടത്തി നമ്മളെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്, പലവിധമായ അനുഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. എങ്കിലും കർത്താവിൻ്റെ വലിയ കൃപയാൽ കർത്താവ് നമ്മളെ നടത്തി, അതിനായിട്ട് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഈ പുതിയ വർഷം ഒരു പക്ഷെങ്കിൽ ആശങ്കകൾ കാണും, ഒരു പക്ഷെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ആങ്സൈറ്റി ഒക്കെ കാണാൻ സാധ്യതയുണ്ട്. ജോലിയുടെ കാര്യമാണെങ്കിലും, കുഞ്ഞുങ്ങളുടെ കാര്യമാണെങ്കിലും, കുടുംബത്തിൻ്റെ കാര്യങ്ങളാണെങ്കിലും, വിവാഹത്തിൻ്റെ വിഷയങ്ങളൊക്കെ, there might be so many things. എന്നാൽ ഇതുവരെ നടത്തിയവൻ ഇനി മേലാലും നടത്തും. ഹീസ് ഫെയ്ത്ത്ഫുൾ. അതാണ് നമ്മുടെ ഉറപ്പ്. ഈ പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് നമ്മൾ പല വിഷയങ്ങൾ, പല ടോപ്പിക്സ് ആണ് ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. എന്നാൽ എനിക്ക് ഫോക്കസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കൊയ്ത്തിന്റെ യജമാനൻ, ദ ലോർഡ് ഓഫ് ദ ഹാർവെസ്റ്റ്, അതാണ് ഞാൻ ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന. കർത്താവ് ഈ ഭാഗത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ, അക്കോർഡിംഗ് ടു യുവർ ഫെയ്ത്ത്. അതുകൊണ്ട് നമ്മളിത് പഠിക്കുമ്പോൾ കർത്താവെ ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം എന്നും കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. സെഷൻ 14, മത്തായിയുടെ സുവിശേഷം 14-ാമത്തെ സെഷൻ, ഇന്ന് 9-ാമത്തെ അധ്യായമായിരിക്കും നമ്മൾ ഒരുമിച്ച് നോക്കുന്നത്. ഒരുപാട് ആഴമേറിയ സത്യങ്ങളൊന്നും ഇതിനകത്തില്ല, എന്നാൽ നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ ചില കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് നോക്കാം എന്ന് ആഗ്രഹിക്കുന്നു. നമ്മളിപ്പോൾ ഔട്ട്ലൈൻ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ മിറക്കിൾസ് ആൻഡ് ഡിസൈപ്പിൾഷിപ്പ്, ആ ഭാഗത്താണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. യേശു കർത്താവ് ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലേ? കുഷ്ഠരോഗിക്ക് സൗഖ്യം നൽകുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നു, ഇങ്ങനെ പല പല കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യേശു കർത്താവ് ദൈവമാണെന്നുള്ളതിൻ്റെ തെളിവ് കർത്താവ് ഈ സമയങ്ങളിലൂടെ, ഈ ചാപ്റ്റേഴ്സിലൂടെ തൻ്റെ ജനത്തെ ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളതാണ്. ആ ഭാഗത്തിലാണ് നാം. സ്റ്റഡി തുടങ്ങുന്നതിന് മുമ്പ് ഒരു 3-4 ഡേറ്റ്സ് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ആർക്കെങ്കിലും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ ഉടനെ തന്നെ എന്നെ ഒന്ന് വാട്സാപ്പ് ചെയ്യണം ഈ നമ്പറിൽ. നമ്മുടെ 1-ാമത്തെ ഡേറ്റ് ലീഡേഴ്സ് കോൺഫറൻസ്, അത് കേരളത്തിലാണ് നടക്കുന്നത്, May 1 to 4. നമ്മുടെ യൂത്ത് ഫോർ മിഷൻ ലീഡേഴ്സ് ആയിട്ട് നിൽക്കാൻ താല്പര്യമുള്ളവർ, നമുക്ക് ഈ വർഷം ഒരു ഡിസൈപ്പിൾ പ്രോഗ്രാം നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ടു ഹോസ്റ്റ് ഒരു ഡിസൈപ്പിൾ ഗ്രൂപ്പ് ഇൻ യുവർ ഹൗസ്, അവരെ ഡിസൈപ്പിൾ ചെയ്യാനുള്ള ഒരു 16 സെഷൻ മെത്തേഡ് ഉണ്ട്. ഡോക്ടറിൻസ് തൊട്ട് പല കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്ന ആ പ്രോഗ്രാം ഈ വർഷം ലോഞ്ച് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ട്രെയിനിങ്ങും അതുപോലെ തന്നെ മിനിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഡിവോഷൻസിന്, ഇറ്റ് ഈസ് എ വെരി സ്മോൾ ഗ്രൂപ്പ്. പക്ഷേ ആർക്കെങ്കിലും, ഇഫ് യു റിയലി ഡിസയർ ടു കം, ഇറ്റ്സ് എൻ ഇൻ പേഴ്സൺ മീറ്റിംഗ്. നിങ്ങൾ എന്നെ ഒന്ന് അറിയിക്കുക. ആൻഡ് ബിക്കോസ് നമ്മൾ പോകാൻ പോകുന്ന ഫെസിലിറ്റിക്ക് ഒത്തിരി ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ജസ്റ്റ് ലെറ്റ് us know and ഫസ്റ്റ് കം ഫസ്റ്റ്. ഓൾറെഡി നമ്മുടെ ലീഡേഴ്സ് രജിസ്റ്റേർഡ് ആണ്. ബാക്കി ആരെങ്കിലും താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് us know. ഇറ്റ് വിൽ ബി എ ടൈം ഓഫ് ജസ്റ്റ് സ്പെൻഡിങ് ടൈം വിത്ത് ദ വേർഡ്. അപ്പയായിരിക്കും അതിൻ്റെ ഡിവോഷൻസ് എടുക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഈ വരുന്ന നാളുകളിൽ എങ്ങനെ ആയിരിക്കണം നമ്മൾ ഡിസൈപ്പിൾസിനെ ഉണ്ടാക്കേണ്ടത് എന്നുള്ളതായിരിക്കും നമ്മുടെ മെയിൻ തീം ഫോക്കസ്. US മിഷൻസ് ഇന്ത്യ ഫാമിലി കോൺഫറൻസ് August 28 to 30th. US-ലുള്ള നമ്മുടെ എല്ലാ സ്നേഹിതരെയും ഇൻവൈറ്റ് ചെയ്യുകയാണ്. August 28 to 30th പാലസ്റ്റീനിൽ വെച്ചായിരിക്കും. ദാറ്റ് ഈസ് ബിറ്റ്വീൻ ഹ്യൂസ്റ്റൺ ആൻഡ് ഡാലസ്. താല്പര്യമുള്ളവർ, ഞാൻ എൻ്റെ ഫോമൊക്കെ പിന്നീട് അയക്കാം. ബട്ട് എനിബഡി ഹൂസ് ഇൻട്രസ്റ്റഡ് എന്നെ ഒന്ന് വാട്സാപ്പ് ചെയ്താൽ നമുക്ക് നേരത്തെ ബുക്ക് ചെയ്യണം. പറഞ്ഞ പോലെ, മുമ്പേ പറഞ്ഞ പോലെ, അവിടെയും നമുക്ക് അധികം പേർക്കുള്ള അക്കോമഡേഷൻ ഫെസിലിറ്റി ഇല്ലാത്തത് കൊണ്ട് വി കൻ ഓൺലി അക്കോമഡേറ്റ് ഫ്യൂ. ദൈവം അനുവദിച്ചാൽ ഈ വർഷം എനിക്ക് 25-ൽ എനിക്ക് വരാൻ സാധിക്കാഞ്ഞത് കൊണ്ട് August, September ഗോഡ് വില്ലിംഗ് US, കാനഡ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ വിസയും കാര്യങ്ങളൊക്കെ റെഡി ആവുകയാണെങ്കിൽ, അങ്ങനെയെങ്കിൽ നിങ്ങളെ പലരെയും മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സോ August, September, July ആ ടൈമിലായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി US, കാനഡ വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഗോ കോൺഫറൻസ്, അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ, നിങ്ങൾ മിസ് ചെയ്യരുത്. നമ്മുടെ ഗോ കോൺഫറൻസ് അഗൈൻ തിരുവല്ലയിൽ നമ്മുടെ ക്യാമ്പസിലായിരിക്കും October 1 to 4. ഇതിനിടയിൽ നെക്സ്റ്റ് വീക്ക്, അതായത് വീക്ക് ആഫ്റ്റർ നെക്സ്റ്റ്, ദ ടീം വിൽ ബി മിനിസ്റ്ററിങ് ഇൻ ചെന്നൈയിൽ നമുക്കൊരു കൺവെൻഷൻ ആൻഡ് കോൺഫറൻസ് ഉണ്ട്. അപ്പോൾ ചെന്നൈയിലുള്ള ആളുകൾ, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പിന്നീട് അയക്കാം. ദ വീക്ക് ആഫ്റ്റർ നെക്സ്റ്റ് അവിടെ ആയിരിക്കും. അതുകൊണ്ട് സോ മെനി തിങ്സ് ആർ ഹാപ്പനിങ്. എന്നാൽ ഈ 3 ഡേറ്റ്സ് നിങ്ങളൊന്ന് ബ്ലോക്ക് ചെയ്ത് വരാൻ പറ്റുന്നവർ വരിക. അതിനുവേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ
ഈ പ്രാവശ്യത്തെ ടെക്സ്റ്റിലേക്ക് നമുക്ക് കടക്കാം. മത്തായിയുടെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 8 വരെ. മാത്യു 9:1-8. അവൻ പടകിൽ കയറി ഇക്കരയ്ക്ക് കടന്ന് സ്വന്തം പട്ടണത്തിലെത്തി. അവിടെ ചിലർ കിടക്കമേൽ കിടക്കുന്ന ഒരു പക്ഷവാതക്കാരനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവരുടെ വിശ്വാസം കണ്ട് പക്ഷവാതക്കാരനോട്, മകനെ, ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ശാസ്ത്രിമാരിൽ ചിലർ, ഇവൻ ദൈവദൂഷണം പറയുന്നു എന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞു. യേശുവോ അവരുടെ നിരൂപണം ഗ്രഹിച്ച്, നിങ്ങൾ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുന്നത് എന്ത്? നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം എന്ന് ചോദിച്ചു. എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട്, എഴുന്നേറ്റ് കിടക്ക, എടുത്ത് വീട്ടിൽ പോക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് വീട്ടിൽ പോയി. പുരുഷാരം അത് കണ്ട് ഭയപ്പെട്ടു മനുഷ്യർക്ക് ഇങ്ങനെയുള്ള അധികാരം കൊടുത്ത ദൈവത്തെ മഹത്വപ്പെടുത്തി. ഓക്കെ, ഇവിടെ നമ്മൾ കാണുന്നത് ദ ഹീലിംഗ് ഓഫ് ദ പാരാലിറ്റിക്. യേശു കർത്താവ് തൻ്റെ സ്വന്തം പട്ടണത്തിൽ വന്നു എന്നാണ് പറയുന്നത്, കപ്പർനഹൂം. So he had his own city and it was called Capernaum. എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമേ, യേശു കർത്താവ് എവിടെയൊക്കെ സഞ്ചരിച്ചു, പല സ്ഥലങ്ങളിൽ നടന്ന്, അവിടെ പോയി സൗഖ്യമാക്കി, അവിടെ ശുശ്രൂഷിച്ചു, അവിടെ പഠിപ്പിച്ചു, തിരിച്ച് വീട്ടിൽ വരുമ്പോഴേ ഒന്ന് സമാധാനമായിട്ടിരിക്കാനല്ലായിരിക്കുമോ യേശു കർത്താവിൻ്റെ ആഗ്രഹം? തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അവിടെയും മുഴുവൻ ആളുകൾ രോഗികളെയും കൊണ്ട് വന്നു. എന്നാൽ യേശു പറയുന്നില്ല, ഗ്രംബിൾ ചെയ്യുന്നില്ല, അയ്യോ കണ്ടോ ഞാനൊന്ന് വന്നതേ ഉള്ളൂ, അപ്പം വീട് മുഴുവൻ ആള്. ഞാൻ എപ്പോഴും പറയും, ഞാനിങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും മണി അടിക്കുന്നത്. നാട്ടിലാണെങ്കിൽ പിന്നെ ആളുകൾ വിളിച്ച് അപ്പോയിൻമെൻ്റ് ഒന്നും എടുക്കത്തില്ല, നേരെ വന്ന് മണി അടിച്ചിട്ട് ഞങ്ങൾ ഇവിടെ എത്തിയെന്ന് പറയത്തേ ഉള്ളൂ. നമുക്കാണെങ്കിൽ പലപ്പോഴും അങ്ങ് ബുദ്ധിമുട്ടാണ് അല്ലേ? നമ്മളൊരു ശുശ്രൂഷ കഴിഞ്ഞിട്ട് വന്ന് അങ്ങോട്ട് കിടക്കുമ്പോഴായിരിക്കും ടങ് ടോങ് അടിയടി. പക്ഷേ യേശു കർത്താവിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാവിലെ പ്രസംഗിക്കുന്നു, വൈകിട്ട് പ്രസംഗിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, അതിരാവിലെ എഴുന്നേറ്റ് പിതാവിനോട് കൂടെ പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ആളുകൾ വരുമ്പോൾ ഇറിറ്റേഷനില്ല. അതാണ് യേശു കർത്താവിൻ്റെ ഹൃദയ, ഹിസ് കമ്പാഷൻ ടുവേർഡ്സ് പീപ്പിൾ. അങ്ങനെ ഒരു ഹൃദയം ദൈവം നമുക്ക് തരട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട 1-2 വിഷയം. പക്ഷപാതക്കാരനെ കൊണ്ടുവന്നത് കൂട്ടുകാരാ, പക്ഷപാതക്കാരൻ്റെ വിശ്വാസമല്ല. ഇറ്റ് വാസ് ദ ഫെയ്ത്ത് ഓഫ് ഹിസ് ഫ്രണ്ട്സ്. എന്ന് പറഞ്ഞാൽ, ഒരു പക്ഷെങ്കിൽ എൻ്റെ കുഞ്ഞിന് വിശ്വാസം കാണത്തില്ല, ബട്ട് ഐ ക്യാൻ ബ്രിങ് ഹിം ടു ജീസസ്, അല്ലേ? എൻ്റെ സ്നേഹിതർക്ക് വിശ്വാസം കാണത്തില്ല, ബട്ട് ഐ ക്യാൻ ബ്രിങ് ദം ടു ജീസസ്. അപ്പൊ എനിക്കും നിങ്ങൾക്കും ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. എന്താ? യേശുവിൻ്റെ അടുക്കിലേക്ക് നമ്മുടെ ആവശ്യക്കാരെ കൊണ്ടുവരുവാൻ നമുക്ക് അനുവാദമുണ്ട്. സോ സംടൈംസ് ഗോഡ് റെസ്പോൺസ് ടു ദ ഫെയ്ത്ത് ഓഫ് ദ പേഴ്സൺ, സംടൈംസ് ഗോഡ് റെസ്പോൺസ് ടു ദ ഫെയ്ത്ത് ഓഫ് ഹിസ് ഫ്രണ്ട്സ്. അതുകൊണ്ട് എന്താണ് സിറ്റുവേഷൻ എന്നുള്ളതൊന്നും നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. യേശുവിൻ്റെ അടുക്കിലേക്ക് അവരെ കൊണ്ടുവരിക. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ബ്രിങ്ങിങ് പീപ്പിൾ ടു ആ പ്രോഗ്രാംസ്, കേട്ടോ. പ്രോഗ്രാമും ഇവന്റിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ വളരെ മിടുക്കരാണ്. യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് കാര്യം. സോ നെവർ ഫർഗെറ്റ്, ബ്രിങ് പീപ്പിൾ ടു ജീസസ്. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണ്? ശാരീരികമായ പ്രയാസത്തിന് വേണ്ടിയാണ് യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നത്. എന്നാൽ യേശു എന്തോ ചെയ്യുന്നത്? അവനോട് പറയുകയാണ്, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. See, the friends brought the paralytic for healing. Very clear. The paralytic wanted healing. സൗഖ്യമാണ് ഇവിടെ വിഷയം. സൗഖ്യമാണ്, രോഗശാന്തിയാണ് ഇവിടെ വിഷയം. തെറ്റൊന്നുമില്ല. യേശു കർത്താവിൻ്റെ പ്രതികരണം എന്തുവാ? പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു. So Jesus is always about addressing the deeper problem. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾ പല ആവശ്യങ്ങൾ കൊണ്ട് കർത്താവിൻ്റെ അടുക്കൽ വരുന്നു. അതിനൊരു തെറ്റുമില്ല. നമ്മുടെ പിതാവിനോട് എല്ലാ ആവശ്യങ്ങളും നമുക്ക് വരാം. But Christ is always interested in solving the bigger problem before he addresses the smaller problem. അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ പൗലോസ് പ്രാർത്ഥിച്ചൊരു കാര്യമുണ്ട്. കർത്താവെ, അങ്ങ് ഈ ശൂലത്തെ, ഈ ജഡത്തിലൊരു ശൂലമുണ്ട്, അതൊന്ന് മാറ്റണം. കർത്താവ് എങ്ങനെ പ്രതികരിച്ച്? എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞാൽ, ഈ ഒരു കൃപ അനുഭവിക്കാൻ പൗലോസിന് ഭാഗ്യം ദൈവം കൊടുത്തത് ശൂലം മാറ്റിക്കൊണ്ടല്ല, ശൂലം അവിടെ ഇരിക്കുമ്പോൾ തന്നെയാണ്. അപ്പോൾ സോ വി ഡോണ്ട് നോ ഹൗ ഗോഡ് റെസ്പോൺസ്, ബട്ട് വൺ തിങ് വി നോ, ഗോഡ് ഇസ് ഇൻട്രസ്റ്റഡ് ഇൻ ദ ബിഗർ ഡീപ്പർ ഇഷ്യൂസ് വിച്ച് വി മൈറ്റ് നോട്ട് സീ. അത് നമ്മൾ എപ്പോഴും ഓർത്തുകൊള്ളണം. അതുകൊണ്ടാണ് നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, നമ്മുടെ സ്നേഹിതന് ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഹി ഗോട്ട് ഹിസ് ആൻസർ, വി ഡിഡ്ന്റ്. The reason is not because of different levels of faith always. It can be God's sovereign plan is different. ദൈവത്തിന് വേറൊരു പദ്ധതിയുണ്ട്, and he wants to address a deeper problem. So always trust the wisdom of God in how he responds. എന്തുകൊണ്ട് കർത്താവ് അത് ചെയ്തു? Why did Jesus do that? ഒന്ന്, he wanted to let everyone know that sin is the root of all evil. പാപമാണ് ഏറ്റവും വലിയ
പ്രശ്നം. 2, പാപമോചനമാണ് രോഗസൗഖ്യത്തെക്കാൾ വലുത്. കാരണം എന്നാ, രോഗസൗഖ്യം ഇമ്പോർട്ടൻ്റ് അല്ലെന്നല്ല, വി ഓൾ നീഡ് ഹീലിംഗ്. പക്ഷെ ദൈവം രോഗത്തെ സൗഖ്യമാക്കിയാൽ ഒരു ദിവസം ഈ ശരീരം ഇല്ലാതെയാകും. രോഗശാന്തിക്കുള്ള ഉള്ള യുനോ ആ ഇറ്റേണിറ്റിയിലേക്കുള്ള ആ ഒരു ബെനിഫിറ്റ് ഇല്ല. ബട്ട് ഫൊർഗിവ്നെസ് ഓഫ് സിൻസ് ഈസ് എൻ ഇറ്റേണൽ തിങ്. അതുകൊണ്ട് ഈ പാപമോചനമാണ് രോഗസൗഖ്യത്തെക്കാട്ടിലും വലുത് എന്ന് കാണിക്കാനുള്ളത് കർത്താവ് ആഗ്രഹിച്ചു. 3, യേശു കർത്താവ് വന്നത് രോഗസൗഖ്യത്തിന് വേണ്ടിയല്ല, പാപമോചനത്തിന് വേണ്ടിയാണെന്നുള്ളതാണ് മെയിൻ തീം. കർത്താവ് രോഗികളെ സൗഖ്യമാക്കിയോ? തീർച്ചയായിട്ടും. പക്ഷെങ്കിൽ ജീസസ്, അതുകൊണ്ടാണ് നമ്മുടെ ക്രിസ്മസിന് നമ്മൾ പറയുന്നത്, നിങ്ങൾ അവനെ യേശു എന്ന് പേർ വിളിക്കണം. എന്തിനു വേണ്ടിയാ? തൻ്റെ ജനത്തെ തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കുന്നതുകൊണ്ട്. യു ഷൽ കോൾ ഹിം ജീസസ് ഫോർ ഹി ഷൽ സേവ് ഹിസ് പീപ്പിൾ ഫ്രം ദെയർ സിൻസ്. യേശു കർത്താവ് വന്നത് അതുകൊണ്ടാണല്ലോ ആരോട് പറഞ്ഞത്, ഇഫ് ദ വേൾഡ് നീഡഡ് a financial problem to be addressed, God would have sent an economist. If he wanted, if the greatest need was pleasure, God would have sent an entertainer. But the greatest need was forgiveness. So God sent a savior. അല്ലേ? പാപമോചനമാണ് ഏറ്റവും വലിയ ആവശ്യം. അതുകൊണ്ട് യേശു കർത്താവ് നമുക്ക് വേണ്ടി വന്നു. പിന്നെ ഒരു ദൈവപുത്രനാകണമെങ്കിൽ മോചിച്ച് കിട്ടിയാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. എനിക്ക് രോഗത്തിൽ നിന്ന് വിടുതൽ കിട്ടിയത് കൊണ്ട് ഞാൻ ഒരിക്കലും ദൈവത്തിന്റെ കുടുംബത്തിൽ ജനിക്കുന്നില്ല. പക്ഷെങ്കിൽ പാപം മോചിച്ച് കിട്ടിയാൽ ഞാൻ ദൈവത്തിന്റെ കുടുംബത്തിന്റെ ഭാഗമാകുന്നു. പിന്നെ വിശ്വാസത്തോടുള്ള പ്രതികരണമാണ് പാപമോചനം എന്നുള്ളത് കർത്താവിന് കാണിക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നെ കൂടെ നിന്ന് പരീശന്മാര്, ശാസ്ത്രിമാരെ എല്ലാവരും അവരെ ഒരു കാര്യം ബോധിപ്പിക്കാൻ യേശു കർത്താവ് ആഗ്രഹിച്ചു. ദ മെയിൻ ഇഷ്യൂ ദാറ്റ് നീഡ്സ് ടു ബി ഡെൽറ്റ് വിത്ത് ഇസ് സിൻ. പാപമാണ് ഏറ്റവും വലിയ ഇഷ്യൂ. നമുക്ക് അത് അഡ്രസ്സ് ചെയ്തേ മതിയാവൂ എന്നുള്ളത് കർത്താവ് കാണിക്കാൻ ആഗ്രഹിക്കും. അതുകൊണ്ട് ഇവിടെ ഈ പക്ഷപാതക്കാരനെ കൊണ്ടുവരുമ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നു, ദ ലോർഡ് ഇസ് ഇൻട്രസ്റ്റഡ് ഇൻ യുവർ ഹാർട്ട് മോർ ദാൻ ദ സിക്നസ്. ഓക്കെ. 2, ഇവിടെ നമ്മൾ മത്തായെ വിളിക്കുന്ന ഭാഗമാണ് കാണുന്നത്. മത്തായി തന്നെക്കുറിച്ച് അധികം ഒന്നും എഴുതുന്നില്ല, പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവുക. യേശു അവിടെ നിന്ന് പോകുമ്പോൾ മത്തായി എന്ന് പേരുള്ളൊരു മനുഷ്യൻ ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. അവൻ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ വളരെ ചുങ്കക്കാരും പാപികളും വന്ന് യേശുവിനൊപ്പം അവൻ്റെ ശിഷ്യന്മാരോടും പന്തിയിലിരുന്നു. പരീശന്മാരത് കണ്ട് അവൻ്റെ ശിഷ്യന്മാരോട്, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. യേശു അവൻ അത് കേട്ടാറേ, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് പോയി പഠിപ്പീൻ. ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്ര വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ മത്തായിയെക്കുറിച്ച് പറയുന്നത് എന്നാണെന്നറിയോ? ഞാനൊരു ചുങ്കക്കാരനായിരുന്നു. യേശു കർത്താവ് വന്നതിനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. ഞാൻ അങ്ങ് അനുഗമിച്ചു. അത്രയേ ഉള്ളൂ എൻ്റെ ടെസ്റ്റിമണി. എത്ര നല്ല ടെസ്റ്റിമണിയാ. കൂടുതൽ വലിയ സ്റ്റോറി ഒന്നുമില്ല. ഞാനൊരു പാപിയായിരുന്നു. ഞാൻ ചുങ്കം പിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. യേശു കർത്താവ് പറഞ്ഞു, വാ, ഞാൻ വന്നു, കഴിഞ്ഞു, ഫിനിഷ്, കലാസ്, എല്ലാം ഓവർ. നമ്മുടെയൊക്കെ സ്റ്റോറി അതൊക്കെ തന്നെ അല്ലേ പ്രിയമുള്ളവർ? വേറെ എന്ത് പറയാനാ? നമ്മൾ വലിയ കഥയൊന്നും പറയാനില്ല. നമ്മുടെ പാപത്തിലായിരുന്നപ്പോൾ കർത്താവ് വന്ന് പറഞ്ഞു. ആ വിളിയോട് നോ പറയാൻ നമുക്ക് പറ്റിയില്ല എന്നുള്ളതാണ് ദൈവത്തിന്റെ കൃപ, അല്ലേ? വേറെ എന്താ പറയേണ്ടത്? നമ്മുടെ യോഗ്യത വല്ലതും ആണോ? യെസ് പറയണമെന്ന് പറഞ്ഞേച്ച് പോയതാണോ? അല്ല. എന്നെ പോലുള്ളവരാണെങ്കിൽ നോ പറയാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു വരാം. പക്ഷെ ആ വിളിയിൽ ഇറ്റ് വാസ് എൻ ഇറസിസ്റ്റിബിൾ കോൾ. ആ വിളിയിൽ നമ്മൾ യെസ് പറഞ്ഞു പോയി എന്നുള്ളതാണ് ദൈവത്തിന്റെ വലിയ കൃപ. ഈ അന്നത്തെ കാലത്ത് ചുങ്കക്കാരെന്ന് പറയുന്നത് ഏറ്റവും വലിയ പാപികളുടെ കൂട്ടത്തിൽപ്പെട്ടവരാ, നൊട്ടോറിയസ് സിന്നേഴ്സ്. അതിന്റെ കാരണം എന്നാ? അവരെ ഒരു എന്താ പറയണ്ടേ, വഞ്ചകരായിട്ടാണ് കൂട്ടിയിരുന്നത്. റോമൻ സാമ്രാജ്യത്തിന്റെ ആളുകളായിട്ടും യഹൂദന്മാരായിരിക്കെ തന്നെ അവരെ ഒരിക്കലും യഹൂദന്മാർ കൂട്ടിയിട്ടില്ല. കാരണം അവർ റോമാക്കാർക്ക് വേണ്ടി ജോലി ചെയ്തു. പിന്നെ ഈ ചുങ്കക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവർക്ക് എക്സ്ട്രാ വേണമെങ്കിൽ ചുങ്കം പിരിക്കുക. അവർ കൂടുതൽ പിരിച്ചാൽ ബാക്കിയുള്ളത് അവർ പോക്കറ്റിൽ വെക്കും. അപ്പൊ അവർക്ക് എത്ര വേണമെങ്കിലും പിരിക്കാം, യാതൊരു പ്രയാസവും ഇല്ല. അതുകൊണ്ട് യഹൂദന്മാർ അവരെ വെറുത്തു എന്നുള്ളതാണ്. they were hated. പക്ഷെ യേശു കർത്താവിന്റെ പ്രത്യേകത, ഈ വെറുക്കപ്പെട്ടവരെ സ്നേഹിക്കുന്നവനാ യേശു.
ഒന്ന് ഓർത്ത് നോക്കിയേ, മനുഷ്യരാൽ വെറുക്കപ്പെട്ടവരെ യേശു കർത്താവ് സ്നേഹിക്കുന്നു. പ്രിയമുള്ളവർ, ഇത് നമ്മൾ മനസ്സിലാക്കണം. ദിസ് ഈസ് ദ കമ്പാഷൻ ഓഫ് ഗോഡ്. ആളുകൾക്ക് വേണ്ടാത്തവരെ യേശു സ്നേഹിക്കുന്നു. ആഹ് ചരിത്രം പഠിപ്പിക്കുന്നത്, വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഗലീല കടലിൽ നിന്ന് മീൻ പിടിച്ചാൽ അതിന് ചുങ്കം കൊടുക്കണം കേട്ടോ. ദ ഫിഷ് ഫ്രം ദ സീ ഓഫ് ഗാലലി വാസ് ടാക്സ്ഡ്. അപ്പോൾ ഓർത്ത് നോക്കിയേ, ഈ പത്രോസ് നിൽക്കുമ്പോഴാണ് ഈ ചുങ്കക്കാരനായ മത്തായം പിടിച്ചുകൊണ്ട് യേശു കർത്താവ് പോകുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ഒരു നിമിഷത്തേക്ക് ഈ പത്രോസിന്റെ പ്രതികരണം എന്തായിരിക്കും? നമുക്ക് അറിയാം, നമ്മളെല്ലാം മനുഷ്യരാ. നമ്മുടെ കൂട്ടായ്മയിലേക്ക് നമുക്ക് അത്ര ഇഷ്ടമില്ലാത്തവർ ഒരു ദിവസം ഇങ്ങ് വരാൻ തീരുമാനിച്ചു. നമ്മൾ എന്ത് അൺകംഫർട്ടബിൾ ആണെന്നറിയോ? ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞങ്ങളുടെ ബൈബിൾ സ്റ്റഡി തുടങ്ങിയപ്പോഴേ ഇവിടെ ഇംഗ്ലീഷ് ബൈബിൾ സ്റ്റഡി ഉണ്ടായിരുന്നു. അന്ന് ഞാനായിരുന്നു ഡ്രൈവർ, ക്ലീനർ, ഫുഡ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഉച്ചയാകുമ്പോഴത്തേക്ക് ഞാൻ ഫുഡ് എടുത്തുകൊണ്ട് വരും. പിന്നെ ഞാൻ അവിടെ എല്ലാം ക്ലീൻ ചെയ്യണം, പിന്നെ പ്രസംഗിക്കണം, പാട്ട് പാടണം, എല്ലാം നമ്മൾ വൺ മാൻ ആർമിയാണ്. അപ്പോൾ എല്ലാം ഇങ്ങനെ ഒറ്റയടിക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അന്ന് കൊച്ചുകൂട്ടം, സ്മോൾ, ഇന്നലെ കഴിഞ്ഞേ ഉള്ളൂ, നമുക്ക് ഇരിക്കാൻ സ്ഥലമില്ല, കൊച്ചുകൂട്ടമേ ഉള്ളൂ. അപ്പോൾ ഈ കൊച്ചുകൂട്ടം ഇങ്ങനെ വളരാൻ ഒരു പുതിയൊരാൾ വന്നു കേട്ടോ, ഒരു ഡോക്ടർ. പുള്ളി വന്നു കഴിഞ്ഞപ്പം എൻ്റെ കൂട്ടത്തിൽ സ്ഥിരമായി വന്നിരുന്ന ഒരു പാർട്ടി, വേറൊരു ഡോക്ടർ, പുള്ളിയുടെ മുഖം അങ്ങ് വാടി. അപ്പോൾ ബൈബിൾ സ്റ്റഡി കഴിഞ്ഞിട്ട് എന്നോട് വന്ന് പറഞ്ഞു, ഈ പുള്ളി ആരാ വിളിച്ചേ? ഞാൻ പറഞ്ഞു, ഇങ്ങനെ പോയപ്പോൾ ഞാൻ പറഞ്ഞു, ബൈബിൾ സ്റ്റഡി ഉണ്ട്, നമുക്കിവിടെ ആളൊന്നുമില്ല, ഞാനും എൻ്റെ ഭാര്യയും നിങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വാ, ഈ പുള്ളിയെ വിളിക്കരുത്, ഈ പുള്ളി എന്നാ പ്രശ്നക്കാരനാണെന്നോ ആകെ പുള്ളി. അത് കഴിഞ്ഞിട്ട് ഈ പുള്ളി പിന്നെ വരത്തില്ല ബൈബിൾ സ്റ്റഡിക്ക്. ആരാ? നമ്മുടെ ഈ പറഞ്ഞ പാർട്ടി. കാരണം ഈ പുള്ളി ബൈബിൾ സ്റ്റഡി വരുന്നു. നിങ്ങളൊന്ന് നോർത്ത് നോക്കണം, പത്രോസ് അവിടെ നിൽക്കുമ്പോൾ ഈ ചുങ്കം പിടിച്ച മത്തായം കൊണ്ട് യേശു കർത്താവ് വരുന്നത്. യേശു കർത്താവിന്റെ പ്രത്യേകത ഞാൻ പറയാം. ഇങ്ങനെയുള്ള പുള്ളികളെല്ലാം ഒരുമിച്ച് കൊണ്ടെന്നാണ് യേശു കർത്താവ് തന്റെ സഭയെ പണിയുന്നത്. ദാറ്റ് ഈസ് ജീസസ്. ചുങ്കം പിടിച്ചവനെയും മീൻ പിടിക്കാൻ പോയവനെയും തള്ളി പറഞ്ഞവനെയും ഒറ്റിക്കൊടുത്തവനെ, ഇതിനെല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവരുന്നതാണ് ക്രിസ്തു. ക്രിസ്തുവിന്റെ സ്നേഹം എത്ര വലുത്. അപ്പൊ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് എന്നാണെന്നറിയോ? നമ്മളെ വിളിച്ച് പന്തിയിൽ ഇരുത്തി അവിടെ ഒരു സീറ്റ് കർത്താവ് നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും ഒരു സീറ്റ് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല, ബട്ട് ഗോഡ് ഹാസ് എ സീറ്റ് ഫോർ ഓൾ ഓഫ് ദം. മറന്നു പോകരുത് പ്രിയമുള്ളവരെ, എത്ര വലിയ കൃപ നമ്മൾ അനുഭവിച്ചു. നമ്മൾ എന്തുകൊണ്ടാ വൈ ആർ വി സോ സ്റ്റിഞ്ചി വെൻ ഇറ്റ് കംസ് ടു ഷോയിങ് ഗ്രേസ് ടു അതേഴ്സ്? എന്നിട്ട് അവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ യേശു കർത്താവ് ചുങ്കക്കാരോടും പാപികളോടും ഈ കഴിഞ്ഞ ക്രിസ്മസിനെ ഈ 24, 25 പതിവില്ലാതെ എനിക്ക് മീറ്റിംഗ് ഒന്നുമില്ലായിരുന്നു. കാരണം എൻ്റെ ആ വെല്ലൂർ എപ്പിസോഡ് കാരണം കുറേ മീറ്റിംഗ് ഞാൻ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോട്ടിരിക്കുക. പെട്ടെന്ന് ഞാൻ എൻ്റെ സ്നേഹിതൻ റെജിയോട് പറഞ്ഞു, നമുക്കിവിടെ അടുത്ത് കുറേ ആളുകളുണ്ട്, കർത്താവിനെ അറിയാതെ വളരെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന 16 ഫാമിലീസ് നമുക്കൊന്ന് വിസിറ്റ് ചെയ്യണം. അവിടെ ചെന്നപ്പോൾ എനിക്കതൊന്നും പറയാൻ സമയമില്ല, കാരണം പിന്നെ നമുക്ക് ബൈബിൾ സ്റ്റഡി ചെയ്യാനൊക്കത്തില്ല. അവിടെ കണ്ടത് അവർ ക്രിസ്തീയ ബാക്ക്ഗ്രൗണ്ട് പോലുമല്ല. ദർ ഓൾ ഇൻ ഓൾ കൈൻഡ്സ് ഓഫ് അഡിക്ഷൻസ് ആൻഡ് ബോണ്ടേജസ്. അതൊക്കെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഹൃദയം പൊട്ടിപ്പോവും. നമ്മൾ അവരോട് കൂടെ പോയി ഇരിക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ അവരുടെ കൂട്ടത്തിൽ നമ്മളെ കൂട്ടാൻ സാധ്യതയുണ്ട്, അല്ലേ? കാരണം ഇതുവരെ നമ്മളെ കാണുന്നത് വേറൊരു കൂട്ടരുടെ കൂടെ, ഇപ്പം നമ്മളെ കാണുന്നത് വേറൊരു. പക്ഷെ യേശു കർത്താവ് എന്തോ ചെയ്തേ? യേശു കർത്താവ് അവരുടെ കൂടെ പോയി ഇരുന്നു. മനസ്സിലായോ? പക്ഷെ ഒരു കാര്യമുണ്ട്, യേശു കർത്താവ് അവരോട് ഇരുന്ന് കഴിഞ്ഞപ്പോഴേ അവർ യേശു കർത്താവിനെ പോലായി, യേശു കർത്താവ് അവരെ പോലായില്ല. അത് ഓർത്തോണം. നമ്മൾ ചിലപ്പോൾ പറയും, ഞാനവിടെ പോയതേ, എൻ്റെ ഒരു ഫ്രണ്ട്, ഞാൻ ബാറിലൊക്കെ പോകും, എന്തിനാ? അല്ല, അവരെ നമുക്കൊന്ന് ഇൻഫ്ലുവൻസ് ചെയ്യണ്ടോ? 4 മണിക്കൂർ കഴിയുമ്പോൾ ഏത് ഇൻഫ്ലുവൻസിലാണ് ഇവൻ ഇറങ്ങി വരുന്നതെന്നുള്ളതാണ് പ്രശ്നം. മനസ്സിലായോ? യേശു കർത്താവിനെ പോലെ അവരെ ചേഞ്ച് ചെയ്യാനാണെങ്കിൽ അവരോട് ഇരിക്കുന്നതിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ സൂക്ഷിച്ച് നടന്നോണം, അല്ലെങ്കിൽ അവരെ പോലെ നമ്മൾ ആകി പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. പക്ഷേ ലുക്ക് അറ്റ് ഹൗ ജീസസ് ലവ് ദം. യേശു കർത്താവ് അവരെ സ്നേഹിച്ചു. ആർക്കും വേണ്ടാത്തവരെ യേശു സ്നേഹിച്ചു. എല്ലാവരും എഴുതി തള്ളിയവരെയും കർത്താവ് സ്നേഹിച്ചു എന്നുള്ളതാണ്. സോ ലെറ്റ് us ഓൾസോ ഹാവ് എ ഹാർട്ട് ഓഫ് കമ്പാഷൻ. ഇനിയും 2 അത്ഭുതങ്ങൾ അവിടെ കാണുകയാണ്. മത്തായിയുടെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിന്റെ 18 മുതൽ 26 വരെ, 18 to 26. അവൻ ഇങ്ങനെ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രമാണി വന്ന് അവനെ നമസ്കരിച്ചു. എൻ്റെ മകൾ ഇപ്പോൾ തന്നെ മരിച്ചുപോയി, എങ്കിലും നീ വന്ന് അവളുടെ മേൽ കൈവച്ചാൽ അവൾ ജീവിക്കുമെന്ന് പറഞ്ഞു. യേശു എഴുന്നേറ്റ് ശിഷ്യന്മാരുമായി അവൻ്റെ കൂടെ ചെന്നു. അന്ന് 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ള ഒരു സ്ത്രീ അവൻ്റെ വസ്ത്രം മാത്രം ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞു. പിറകിൽ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു. യേശു തിരിഞ്ഞ് അവളെ കണ്ടപ്പോൾ, മകളെ, ധൈര്യപ്പെടുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞു.
ആ നാഴിക മുതൽ സ്ത്രീക്ക് സൗഖ്യം വന്നു. പിന്നെ യേശു പ്രമാണിയുടെ വീട്ടിൽ കടന്ന് കുഴലൂതുന്നവരെയും ആരവാര കൂട്ടത്തെയും കണ്ടിട്ട്, മാറിപ്പോകുവിൻ, ബാല മരിച്ചില്ലല്ലോ, ഉറങ്ങുന്നത്രേ എന്ന് പറഞ്ഞു. അവരോ അവനെ പരിഹസിച്ചു. അവൻ പുരുഷാരത്തെ പുറത്താക്കി അകത്ത് കടന്ന് ബാലയുടെ കൈ പിടിച്ച് ബാല എഴുന്നേറ്റു. ഈ വർത്തമാനം ആ ദേശത്തൊക്കെയും പരന്നു. 2 അത്ഭുതങ്ങൾ. ഒരു പ്രമാണി വന്നു. ഈ പ്രമാണി വന്നപ്പോൾ നമ്മുടെ ശതാധിപന്റെ കഥ ഓർക്കുന്നുണ്ടല്ലോ. ശതാധിപൻ എന്നെ യേശുവിനോട് ഒന്ന് പറഞ്ഞേ, കർത്താവ്, എൻ്റെ ബാല്യക്കാരൻ, അവന് വയ്യ, പക്ഷെ നീ വരണ്ട, ഒരു വാക്ക് പറഞ്ഞാൽ മതി, അവൻ സൗഖ്യമാക്കും. ഈ പറഞ്ഞ പ്രമാണിക്ക് ആ ശതാധിപന്റെ അത്രയും വലിയ വിശ്വാസമില്ല കേട്ടോ. അത്രയും വലിയ വിശ്വാസമില്ല. നീ വന്നേ പറ്റത്തുള്ളൂ, വാക്കൊന്നും പറഞ്ഞാൽ ഒക്കത്തില്ല. യേശു കർത്താവ് പറഞ്ഞു, അയ്യേ, എന്തൊരു വിശ്വാസം ഇത്, ശതാധിപനെ കണ്ടുപഠിക്കുക എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. ഓരോ ആളുകളുടെ വിശ്വാസത്തിന്റെ അളവിനനുസരിച്ച് കർത്താവ് പ്രതിഫലം കൊടുക്കുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ശതാധിപന്റെ ബാല്യക്കാരനെയും സൗഖ്യമാക്കി, പ്രമാണിയുടെ മകളെയും സൗഖ്യമാക്കി. അപ്പൊ എനിക്ക് ചിലപ്പോൾ എൻ്റെ സ്നേഹിതന്റെ അത്രയും വിശ്വാസം കാണത്തില്ല, പക്ഷെ കർത്താവ് അത് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ കർത്താവെ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പറയും. എന്നാൽ ഈ പ്രമാണി ഒന്ന് പറയാം, കർത്താവെ എൻ്റെ വീട് വരെ വരണമേ. ഈ വീട് വരെ വരണമേ എന്ന് പറയുമ്പം വേറൊരാൾ വന്ന് പുറയുന്ന് വന്ന് വസ്ത്രത്തെ തൊട്ട് സൗഖ്യം പ്രാപിച്ചു പോയി. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ഞാനൊരാവശ്യം കൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പം വേറൊരാള് അവരുടെ കാര്യം സാധിപ്പിച്ചു പോകുന്നത് പോലെ ഇറിറ്റേഷൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഉദാഹരണം പറയാം. നമ്മൾ ലൈനിൽ നിൽക്കുക, എന്തിനു വേണ്ടിയാ? ഫുഡിന്റെ ലൈനിൽ നിൽക്കുക എന്ന് വിചാരിച്ചു. പെട്ടെന്ന് ബാക്കിൽ നിന്ന് ഒരു പാർട്ടി വന്ന് വെടി പിടി എന്ന് പറഞ്ഞ് ഫുഡ് എടുത്തുകൊണ്ട് പോയി. എങ്ങനെ ഇരിക്കും? ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മൾ നമ്മുടെ ഇതിനു വേണ്ടി കാത്തിരിക്കുക. നമ്മൾ നമ്മുടെ അത്ഭുതത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ വേറൊരാൾക്ക് അത്ഭുതം കിട്ടുന്നത് പോലെ ജീവിതത്തിൽ ഫ്രസ്ട്രേഷൻ വേറെ ഒന്നുമില്ല. അറിയാവോ? ഒരു പക്ഷേ നിങ്ങൾ മക്കളുടെ വിവാഹത്തിന് വേണ്ടി 2 അമ്മമാർ ഒരുമിച്ച് പ്രാർത്ഥിക്കുക കേട്ടോ. 2 അമ്മമാർ എല്ലാ ആഴ്ചയും കൂടി ഒന്ന്, കർത്താവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരമ്മയേ ഉള്ളൂ പ്രാർത്ഥന മുറിയിൽ. എന്നാന്നറിയോ? മറ്റേ അമ്മയ്ക്ക് മറുപടി കിട്ടി. ഈ അമ്മ കാത്തിരിക്കുക. ഇതുപോലെ പ്രയാസമുള്ളൊരു കാര്യമില്ല. ഹന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, പെനിനയ്ക്കാ കുഞ്ഞുണ്ടാകുന്നത്. ഒന്ന് ഓർത്ത് നോക്കിക്കുക ആ വേദന. പക്ഷെങ്കിൽ പ്രിയമുള്ളവരെ, എൻ്റെ കർത്താവിന് സമയം തെറ്റുവരത്തില്ല. തക്ക സമയത്ത് ഹന്നായെ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരും. ഉത്തരം വരുമ്പോൾ സാധാരണ ചെറുപ്പക്കാരനൊന്നുമല്ല, ഇസ്രയേലിനെ ന്യായം വിധിക്കുന്ന ശമൂവേൽ ബാലനാ ഉണ്ടാകാൻ പോകുന്നത്. പറഞ്ഞ മനസ്സിലായോ? അതുകൊണ്ട് എൻ്റെ അത്ഭുതം ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടേ വരത്തുള്ളായിരിക്കും. നോ പ്രോബ്ലം. പക്ഷെ താമസിക്കും തോറും അത്ഭുതത്തിന്റെ വലുപ്പം കൂടുക. കാരണം രക്തസ്രാവമുള്ള സ്ത്രീക്ക് സൗഖ്യം ലഭിച്ചു, പക്ഷെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അനുഭവം ആർക്കാ ഉണ്ടായത്? പ്രമാണിക്ക ഉണ്ടായത്. അപ്പൊ അത്ഭുതം ഏതാ വലുത്? സോ സംടൈംസ് ആ മിറക്കിൾ ഗെറ്റ്സ് ലേറ്റ്. പക്ഷെ ഡോണ്ട് ലൂസ് ഹാർട്ട്. ഒരിക്കലും അതിൻ്റെ ഇടയ്ക്ക് ഈ കർത്താവ് പലരെയും സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുക. അവർക്ക് അത്ഭുതം കിട്ടി എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സ് മടുക്കരുത് എന്നുള്ളതിന് നല്ലൊരു ഉദാഹരണമാണ്. പിന്നെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ രക്തസ്രാവമുള്ള സ്ത്രീ 12 വർഷമായി, ഒന്ന് ഓർത്ത് നോക്കി, 12 years ഈ പ്രശ്നം കൊണ്ട് നടക്കുക. എവിടെയെങ്കിലും ഫ്രീ ആയിട്ട് പോകാൻ പറ്റുമോ? അന്നത്തെ കാലം നിങ്ങൾക്കറിയാം. ഇങ്ങനത്തെ ഇഷ്യൂ ഓഫ് ബ്ലഡ് വല്ലതും ഉണ്ടെങ്കിൽ അവർ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തും. ഒരു പരിപാടിക്ക് അവർക്ക് പങ്കെടുക്കാനൊക്കത്തില്ല. ഒരു പരിപാടിക്ക്. അന്നത്തെ കാലം. ദേ കാൻ't ബി പാർട്ട് ഓഫ് എനിത്തിങ്. ഔട്ട്കാസ്റ്റ്. യേശു കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്കലിൽ ഒന്ന് തൊട്ടതേ ഉള്ളൂ. പിന്നെ അവൾ ഔട്ട്കാസ്റ്റ് അല്ല. പിന്നെന്തോ കർത്താവ് വിളിക്കുന്നറിയോ? മകളേന്ന്. ഒന്ന് ഓർത്ത് നോക്കിയേ. ഈ ഔട്ട്കാസ്റ്റിനെ അല്ലെങ്കിൽ തള്ളപ്പെട്ടതിനെ മക്കളാക്കി തീർക്കുന്നതാണ് യേശു കർത്താവിന്റെ സ്പർശം. പറഞ്ഞു മനസ്സിലായ? യേശു കർത്താവ് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ യു ആർ നോ ലോങ്കർ എൻ ഔട്ട്കാസ്റ്റ്. യു ബിലോങ് ടു ദ ഫാമിലി ഓഫ് ഗോഡ്. അതാണ് ദൈവത്തിന്റെ പ്രത്യേകത. തൊങ്ങലെ തൊട്ട ആ ഒരു പ്രോസസ് അല്ല സൗഖ്യം കൊടുത്തത്. യേശു കർത്താവ് തിരിഞ്ഞു നോക്കിയിട്ട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സോ ഇറ്റ് ഇസ് ദ ഫെയ്ത്ത്, ഇറ്റ് ഇസ് നെവർ ദ. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, ചിലരൊക്കെ ഇങ്ങനെ ചെയ്യുമ്പം അങ്ങനെ വരുമ്പം അതാണ് അതിൻ്റെയൊക്കെ. ഇന്ന് ഒരുപാട് പേര് പറയും ഇങ്ങനെ പ്രാർത്ഥിക്കും. നോ, ഇറ്റ്സ് നെവർ ദ പ്രോസസ്.
It's the faith in the person of Jesus Christ that brings the miracle. അതൊരിക്കലും മറക്കരുത്. പിന്നെ അവസാനം പ്രമാണിയുടെ വീട്ടിൽ യേശു എത്തുന്നു. അപ്പൊ യേശു അപ്പോഴേ താമസിച്ചാ എത്തുന്നത്. പ്രമാണിയുടെ പേഷ്യൻസ് ഒക്കെ പോയോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞ് ആദ്യം ചെയ്തൊരു കാര്യമുണ്ട്. കുഴലൂത്തുകാരോട് പറഞ്ഞു, നിങ്ങൾ അങ്ങ് പുറത്തിറങ്ങുക. പരിഹസിച്ചവരെ എല്ലാം പുറത്താക്കി. അതാണ് ആദ്യം ചെയ്തത്. 2026 എല്ലാവരെയും സ്നേഹിക്കണം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ വിശ്വാസത്തിൽ നിന്ന് എന്നെ പുറകിലേക്ക് വലിക്കുന്ന കുഴലൂത്തുകാരെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പുറത്താക്കിയില്ലെങ്കിൽ അത്ഭുതം ഒരിക്കലും നടക്കത്തില്ല. എൻ്റെ വിശ്വാസത്തിൽ നിന്ന് എന്നെ പിന്നോട്ട് വലിക്കുന്ന ശബ്ദങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ മുഴുവനെങ്കിൽ ഒരിക്കലും വിശ്വാസത്തിൽ വളരുവാൻ സാധിക്കത്തില്ല. പ്രിയമുള്ളവരെ, അവരെ പുറത്താക്കിയേ മതിയാവും. ബാലയെ സൗഖ്യമാക്കുമ്പോൾ, ബാലയെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തുമ്പോൾ, കുടലൂത്തുകാരും പരിഹസിച്ചവരും ദ മോക്കേഴ്സ് നീഡ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദ ഹൗസ്. അതുകൊണ്ട് പ്രിയമുള്ളവർ, 2026 അങ്ങനത്തെ ശബ്ദങ്ങൾ 2025 നമ്മൾ വെച്ച് പൊറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പുറത്താക്കണം. യുവർ ഫെയ്ത്ത് വിൽ നോട്ട് ഗ്രോ വിത്ത് മോക്കേഴ്സ് ഇൻ ദ ഹൗസ്. അത് ഓൾവേസ് ഓർത്തോണം. രാവിലെ തൊട്ട് രാത്രി വരെ കേൾക്കുന്ന ശബ്ദം പരിഹാസത്തിന്റെ ശബ്ദവും നമ്മുടെ വിശ്വാസത്തെ മാറ്റിക്കളയുന്ന ശബ്ദങ്ങളാണെങ്കിൽ അതിനെ പുറത്താക്കണം. അവരോടുള്ള വിരോധം കൊണ്ടല്ല, നമ്മുടെ വിശ്വാസത്തിൽ നാം വളരേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് ഓർത്തു കൊള്ളണം, വി ഡോണ്ട് നീഡ് ദാറ്റ് വോയിസ് ഇൻ അവർ ലൈഫ്. പിന്നെയും കർത്താവ് സൗഖ്യമാക്കുകയാണ്. 27 to 31, 27 മുതൽ 31 വരെ. യേശു അവിടെ നിന്ന് പോകുമ്പോൾ 2 കുരുടന്മാർ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് പിന്തുടർന്നു. അവൻ വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ അവന്റെ അടുക്കൽ വന്ന്, ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയും എന്ന് വിശ്വസിക്കുന്നുവോ എന്ന് യേശു ചോദിച്ചതിന്, ഉവ്വ് കർത്താവേ എന്ന് അവർ പറഞ്ഞു. അവൻ അവരുടെ കണ്ണ് തൊട്ടു, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ അവരുടെ കണ്ണ് തുറന്നു. പിന്നെ യേശു, നോക്കുവീൻ, ആരും അറിയരുത് എന്ന് അമർച്ചയായി കൽപ്പിച്ചു. അവരോ പുറപ്പെട്ട ആ ദേശത്തൊക്കെയും അവന്റെ ശ്രുതി പരത്തി. ഇവിടെയുള്ള പ്രാർത്ഥനയുടെ പ്രത്യേകത നിങ്ങൾ കേട്ടോ. ഇവിടെ വലിയ പവർഫുൾ കൺഫെഷൻ ഒന്നുമില്ലായിരുന്നു. ഏതാ? വിശ്വാസത്തിന്റെ പ്രഖ്യാപനം ഒന്നുമില്ലായിരുന്നു. ആവശ്യത്തിന്റെ പുറത്ത്, യേശുവേ ദാവീദ് പുത്ര കരുണ തോന്നണമേ. നിങ്ങൾ നോക്കിയോ ഈ കർത്താവ് പ്രതികരിക്കുന്നത് എങ്ങനെയാന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരു സ്ത്രീ വസ്ത്രത്തിന്റെ തൊങ്ങലെ പോയി തൊട്ടു. അയ്യോ, എങ്ങനെയെങ്കിലും ആ വസ്ത്രത്തെ ഒന്ന് തുറണം. കർത്താവ് സൗഖ്യമാക്കി. ശതാധിപൻ പറഞ്ഞു, ഒരു വാക്കൊന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു, എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഇവിടെ ഈ 2 കുരുടന്മാര് വന്നിട്ട് പറയുക, എനിക്ക് വലിയ വിശ്വാസ പ്രഖ്യാപനം ഒന്നും പറയാനില്ല, പക്ഷെ യേശുവേ ദാവീദ് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ. The sole appeal was mercy. അപ്പൊ നമ്മൾ ഓർത്തോണം, നമ്മൾ എന്തുകൊണ്ടാ നമ്മൾ ബെഗ് ചെയ്യുവല്ല. വി ആർ നോട്ട് ബെഗിങ്, ബട്ട് വി ആർ അപ്പീലിംഗ് ടു ദ മേഴ്സീസ് ഓഫ് ഗോഡ്. നമ്മൾ വലിയ ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഉറപ്പാണ്, ഞങ്ങൾ ആഞ്ഞ് വിശ്വസിക്കുന്നു, അങ്ങനൊക്കെ പറയാൻ ചിലപ്പോൾ എല്ലാവർക്കും സാധിച്ചെന്ന് വരത്തില്ല. പക്ഷെ നമുക്കെല്ലാം ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ. 2026 അവന്റെ കരുണ, അവന്റെ കരുണയുടെ ബഹുത്വം, ഹിസ് മേഴ്സീസ് ആർ ന്യൂ എവറി മോർണിംഗ്. ഇന്നത്തേക്ക് ആവശ്യമായിട്ടുള്ള കൃപ അവന്റെ പക്കലുണ്ട്. അതുകൊണ്ട് നമ്മൾ ആകെ കൂടെ ചെയ്യേണ്ടത്, യേശുവേ ദാവീദ് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ. അപ്പോൾ യേശു അതിന് മറുപടി പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, കർത്താവെ ഞങ്ങളുടെ വിശ്വാസത്തെ അങ്ങ് വർദ്ധിപ്പിക്കണം. വി വാണ്ട് ആൻ ഇൻക്രീസ്ഡ് ഫെയ്ത്ത്. വിശ്വാസം എന്നുള്ളത് ദാനമാണ്, ദൈവം നമുക്കത് തരണം. പക്ഷെ വിശ്വാസത്തെ എങ്ങനെ വർദ്ധിപ്പിക്കുന്നത്? വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിന്റെ വചനത്താലും ഉണ്ടാകുന്നു. ഫെയ്ത്ത് കംസ് ഫ്രം ഹിയറിംഗ് ആൻഡ് ഹിയറിംഗ് ദ വേർഡ് ഓഫ് ഗോഡ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തോട് നമുക്ക് കൂടുതൽ ബന്ധമുണ്ടാകണം. അങ്ങനെയാണ് നമുക്ക് വിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. ഇവിടെ ഞാൻ 2-3 നമ്മൾ ഇതുവരെ വായിച്ച കാര്യങ്ങളൊന്ന് പെട്ടെന്നൊന്ന് കാണിക്കാൻ ആഗ്രഹിക്കുന്നു. മത്തായി 8 കുഷ്ഠരോഗി എങ്ങനെയാണ് വിശ്വാസത്തെ കാണിച്ചത്? കർത്താവിനോട് പറഞ്ഞു, കർത്താവെ നിനക്ക് സൗഖ്യമാക്കാൻ കഴിയും. ശതാധിപൻ എങ്ങനെയാ പറഞ്ഞത്? കർത്താവെ ഈ അപ്പൊ നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ ബാല്യക്കാരന് സൗഖ്യമാവും. യേശു പറഞ്ഞു, ഇങ്ങനൊരു വിശ്വാസം ഞാൻ എങ്ങും കണ്ടിട്ടില്ല.
ശിഷ്യന്മാരെങ്ങനെയാണ് അവരുടെ വിശ്വാസത്തെ അവർക്ക് നഷ്ടമായി പോയത്? അവരുടെ യേശു പടകിനകത്ത് ഉണ്ടായിട്ട് പോലും അവർക്ക് വിശ്വാസം ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് യേശു കർത്താവ് അല്പവിശ്വാസികളെ എന്ന് പറഞ്ഞത്. രക്തസ്രാവമുള്ള സ്ത്രീ എങ്ങനെയാണ്? വിശ്വാസത്താൽ യേശു കർത്താവിന്റെ തൊങ്ങലെ തൊട്ടു, അവക്ക് സൗഖ്യം വന്നു. ഏത് മെത്തേഡാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളത്? മെത്തേഡ്സ് ആർ ഡിഫറെന്റ്, ലെവൽസ് ഓഫ് ഫെയ്ത്ത് ആർ ഡിഫറെന്റ്. വിശ്വാസത്തിന്റെ അളവ് വ്യത്യാസം. യേശു സൗഖ്യമാക്കിയതിനും യേശു പ്രതികരിച്ചതിനും വിശ്വാസം കുറവുണ്ടായിരുന്ന ശിഷ്യന്മാരെ നോക്കിയിട്ട് പറഞ്ഞ അല്പവിശ്വാസം, വഴക്ക് പറഞ്ഞു. എന്നിട്ടും യേശു കടലിനെ ശാന്തമാക്കിയില്ലേ? ചെയ്തില്ലേ? അതുകൊണ്ട് എൻ്റെ വിശ്വാസത്തിന്റെ അളവ് കുറവാണെങ്കിലും കരുണ കാണിക്കാൻ എൻ്റെ യേശു തയ്യാറാണെന്നുള്ളതാണ് എൻ്റെ ഉറപ്പ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? എൻ്റെ വിശ്വാസത്തിന്റെ വലുപ്പവും അതിൻ്റെ സ്ട്രെങ്തും അതിൻ്റെ അതൊന്നുമല്ല. ഞാൻ പ്രാർത്ഥിക്കുക, കർത്താവ് എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം. 2026 എനിക്ക് ഐ വോണ്ട് ടു ബി എ മാൻ, എ വുമൺ ഓഫ് ഫെയ്ത്ത്. പ്രാർത്ഥിച്ചോ, എൻ്റെ വിശ്വാസത്തെ എനിക്ക് ആഴമായി എനിക്ക് വർദ്ധിപ്പിക്കണം. പക്ഷെങ്കിൽ എൻ്റെ വിശ്വാസത്തിന്റെ അളവ്, അപ്പൊ കർത്താവ് പറയാണ്, ഇതിനെല്ലാം കർത്താവ് പ്രതികരിച്ചു എന്നുള്ളതാണ്. എൻ്റെ അളവ് ഏതും ആയിക്കൊള്ളട്ടെ, ദ ലോർഡ് റെസ്പോണ്ടഡ് ബൈ ഹിസ് മേഴ്സി. ഇനി നമ്മൾ കാണുന്നത് മത്തായിയുടെ സുവിശേഷം 39:32 മുതൽ 36 വരെ. അവർ പോകുമ്പോൾ ചിലർ ഭൂതഗ്രസ്തനായ ഒരു ഊമനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ ഭൂതത്തെ പുറത്താക്കിയ ശേഷം ഊമൻ സംസാരിച്ചു. ഇസ്രായേലിൽ ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പുരുഷാരം അതിശയിച്ചു. പരീശന്മാരോ, ഇവൻ ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞു. യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ച് രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. അപ്പോൾ ഇവിടെ കാണുന്ന ഒരു കാര്യം, അവർ പോകുമ്പോൾ ചിലർ ഭൂതഗ്രസ്തനായ ഒരു ഊമനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ ഈ ഊമന്റെ പ്രത്യേകത, ഇത് മെഡിക്കൽ കണ്ടീഷൻ അല്ലായിരുന്നു, ഇത് ഡീമൺ പൊസഷൻ ആയിരുന്നു. മനസ്സിലായോ? ഈ നമ്മൾ പലപ്പോഴും ബൈബിൾ വായിക്കുമ്പോഴേ ജന്മന കുരുടനായിരുന്ന കാര്യം, അതൊക്കെ മെഡിക്കൽ കണ്ടീഷൻസാണ്. ഇവിടെ പറയുന്ന ഹി വാസ് ഡീമൺ പൊസസ്ഡ് ആൻഡ് ഹെൻസ് ഹി വാസ് മ്യൂട്ട്. ഊമനായതിന്റെ കാരണം എന്നാ? ഭൂതഗ്രഹം. ഞാൻ പറഞ്ഞല്ലേ, ഈ ഡിസംബർ 24-25 ഞാൻ അടുത്തുള്ള വീടുകൾ 1 കിലോമീറ്റർ അന്ധത നിറഞ്ഞ കുടുംബങ്ങൾ. ഒരു വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ കസറയിലിരിക്കുക. ആ റൂമിനകത്ത് മുഴുവൻ വർഷങ്ങളായി കൂടിക്കിടക്കുന്ന പേപ്പേഴ്സ്, പാത്രങ്ങള്, കുപ്പികള്. ഇങ്ങനെ അവൻ ആ ചെയറിൽ നിന്ന് അനങ്ങത്തില്ല, പുറത്തോട്ട് ഇറങ്ങത്തില്ല. അവൻ്റെ അപ്പൻ പെട്രോൾ അടിക്കാൻ പുറത്തു പോവും. എന്നിട്ട് രാത്രി ഞാൻ അവൻ്റെ അപ്പനോട് സംസാരിച്ചപ്പോൾ സാമ്പത്തികമായി ഒരുപാട് ഞെരുക്കം. അപ്പൻ പറഞ്ഞു, മോൻ ചിലപ്പോൾ ഈവൻ ടോയ്ലറ്റിൽ പോകുന്ന ആ ചെയറിലിരുന്ന ആ ചെയറിൽ നിന്ന് ഇറങ്ങത്തില്ല. അപ്പം ഞാൻ ഓർത്തിരുന്നത്, ഞാനപ്പം അകത്തോട്ട് കയറാൻ സമ്മതിക്കത്തില്ല. കാരണം മുഴുവൻ പാത്രങ്ങൾ ഇങ്ങനെ ആ ചുറ്റും ഇങ്ങനെ നിൽക്കുക. ഞാൻ നോക്കിയപ്പോൾ ഇവന്റെ ശരീരം നല്ല സ്ട്രോങ് ശരീരമാണ്. അപ്പം ഞങ്ങൾ കേക്കും ഒരു ചെറിയ ഫിനാൻഷ്യൽ ഗിഫ്റ്റൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു കേക്ക് വേണമെന്ന് പറഞ്ഞു. കേക്ക് കൊടുത്തു കഴിഞ്ഞപ്പം ആ ജനലിൽ കൂടെ എൻ്റെ സ്നേഹിതനോട് പക്ക ഇംഗ്ലീഷ് സംസാരിക്കുക, നീറ്റ് ക്ലീൻ ഇംഗ്ലീഷ്. അവൻ്റെ മൈൻഡ് ഇസ് ഷാർപ്പ്, ഹിസ് സ്പീക്കിംഗ് എബിലിറ്റീസ് ആർ ഗുഡ്, ഫിസിക്കലി ഹി ഹാസ് നോ പ്രോബ്ലം. അവൻ ആ ചെയറിൽ നിന്ന് ഇറങ്ങാൻ ഒക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ സിസ്റ്ററിനെ കണ്ടു. സിസ്റ്റർ കട്ടിലേന്ന് എഴുന്നേക്കത്തില്ല. ഏതാണ്ട് മൾട്ടിനാഷണൽ ഗൂഗിളിന് വേണ്ടി അങ്ങോട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു സിസ്റ്ററാണ്. അപ്പോൾ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദർ ഈസ് ദ റിയാലിറ്റി ഓഫ് ബോണ്ടേജ്. മനസ്സിലായോ? നമ്മുടെ ചുറ്റും അന്ധത നിറഞ്ഞ ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. ശത്രു ഇങ്ങനെ ആളുകളെ പിടിച്ച് കെട്ടി, അതിനകത്ത് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ മറ്റു ദേവന്മാരുള്ള പ്രാർത്ഥനകൾ, അയ്യോ അന്ധത. പിന്നെ അവിടെ ചെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ സുവിശേഷം പങ്കുവെച്ചു. ഇനി ഒന്ന് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ഓർക്ക് ശിഷ്യന്മാർക്ക് യേശു കർത്താവ്, നമുക്ക് ഇച്ചിരൂടെ വിശ്വാസം വേണം. ആ ബന്ധനത്തിൽ നിന്ന് സുവിശേഷത്തിനാണ് അവരെ രക്ഷിക്കാൻ പറ്റുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ. അപ്പം ഞാൻ പറയാൻ വന്നത്, നമ്മുടെ ചുറ്റും ഇങ്ങനത്തെ ഒരുപാട് അവസ്ഥകളുണ്ട്. സം ആ മെഡിക്കൽ, സം ആ ഡീമോണിക്. ചുറ്റുമുണ്ട്. നമ്മുടെ മിഷൻസിൻ്റെ ഫീൽഡ്സിലൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ അവിടെ ഒക്കെ ഉള്ള ചില കഥകളൊക്കെ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് സമയമില്ല. ബട്ട് വാട്ട് ഐ എം ട്രൈങ് ടു സേ ഈസ് ഇറ്റ് ഈസ് എ സ്പിരിച്വൽ ബാറ്റിൽ. അപ്പോൾ ഇതിനെ നമ്മൾ
ഫേസ് ചെയ്യുമ്പോൾ കർത്താവ് പറഞ്ഞതുപോലെ ഈ അന്ധകാരത്തിനെതിരെയായിട്ടുള്ള ഒരു വലിയ പോരാട്ടമാണ് നമുക്കുള്ളത്. എന്നാൽ നമ്മളിതിനെ ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നിനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം കർത്താവ് നമുക്ക് വേണ്ടി വിജയം കൈവരിച്ചു. സോ വി ക്യാൻ മാച്ച് ഓൺ ഇൻ കോൺഫിഡൻസ്. ഉറപ്പോടും ധൈര്യത്തോടും നമുക്ക് മുന്നോട്ട് പോകാം. ദേശത്ത് നമുക്ക് വെളിച്ചം പകരണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ യേശു കർത്താവ് ഇവിടെ സൗഖ്യമെല്ലാം ആക്കി ഭൂതത്തെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ ഊമൻ സംസാരിച്ചു. ഭൂതം പോയി, ഊമൻ സംസാരിച്ചു. കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നല്ല പ്രവർത്തികൾ എന്താ പറയുന്നത്, അവൻ പട്ടണം തോറും ഗ്രാമങ്ങൾ തോറും കയറി ഇറങ്ങി ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി. ഹി വെന്റ് അറൗണ്ട് ഡൂയിങ് ഗുഡ്. ഒരിക്കലും നിർത്തിയില്ല. എന്നിട്ട് എന്താ കിട്ടിയത്? അവൻ പറഞ്ഞു, ഇവൻ ഭൂതങ്ങളുടെ ശക്തി കൊണ്ടാ പുറത്താക്കുന്നതെന്ന് പറഞ്ഞു, അല്ലേ? പിന്നെന്തോ ചെയ്തേ? പാപികളുടെ കൂടെ കഴിക്കുന്നതുകൊണ്ട് പറഞ്ഞു ഇവനും പാപിയാണ്, ഇവൻ കുടിയനാണ്. യേശു കർത്താവ് ഒരു പ്രാവശ്യം പോലും ഒരു നിമിഷം പോലും പാപം ചെയ്തിട്ടില്ലാത്ത ദൈവത്തിന്റെ പുത്രനെ കുറിച്ച് എന്താ പറഞ്ഞത്? ഇവനും മഹാഭാവിയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അളവെല്ലാം കൂട്ടി. നമ്മളെ ആ കൂട്ടത്തിൽ കൂട്ടിയിട്ടില്ല ഇതുവരെ. എന്താ പറഞ്ഞേ? ഇവൻ പിശാചിന്റെ തലവനാണ്. എന്താ പറഞ്ഞേ? അങ്ങനെ തന്നെ പറഞ്ഞേ. അവൻ ഭൂതങ്ങളുടെ തലവനെ കൊണ്ടാണ്. അവൻ സാത്താന്റെ വലിയ പുള്ളിയാണ്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ഞാനോ നിങ്ങളോ വല്ലോ ആയിരുന്നെങ്കിൽ പരിപാടി നിർത്തത്തില്ലേ? എടാ, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എനിക്കെന്തിനാ? നിങ്ങളുടെ കൂട്ടത്തിലായിരുന്നു രോഗി, നിങ്ങളുടെ കൂട്ടത്തിലാ മരിച്ചവര്, നിങ്ങളുടെ കൂട്ടത്തിലാ ഭൂതഗ്രസ്തർ. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട. യേശു കർത്താവ് എന്തോ ചെയ്തേ? പിന്നെയും പോയി രോഗികളെ സൗഖ്യമാക്കി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നന്മ ചെയ്യാൻ നാം ആഗ്രഹിക്കുമ്പോൾ റിസപ്ഷൻ മൈറ്റ് നോട്ട് ബി ഗ്രേറ്റ്, പക്ഷെങ്കിൽ നന്മ ചെയ്യുന്നതിൽ നാം മടുത്തു പോകരുത് എന്ന് യേശു കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. ചിലപ്പോൾ നമ്മൾ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ തിരിച്ച് അടുത്ത പ്രാവശ്യം ആ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് വേറെ വല്ലതും ആയിരിക്കും. ചിലപ്പോൾ ആ പാത്രം എടുത്തായിരിക്കും തലയിലോട്ട് എറിയാൻ പോകും, നമുക്കറിയത്തില്ല. പക്ഷെ നന്മ ചെയ്യുന്നതിൽ നാം ഒരിക്കലും മടുത്ത് പോകരുത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവസാനം ഞാൻ പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുന്നു, ഇതാണ് എൻ്റെ മെയിൻ പോയിന്റ്. 37, 38. കൊയ്ത്ത് വളരെയുണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. പ്രിയമുള്ളവരെ, ദിസ് ഇസ് ദ റിയാലിറ്റി. ദ ഹാർവെസ്റ്റ് ഇസ് പ്ലെന്റിഫുൾ, ദ ലേബറേഴ്സ് ആർ ഫ്യൂ. ഏത് മേഖലകളെ നോക്കിയോ, യൂത്ത് മിനിസ്ട്രിയുടെ മേഖലകളിൽ, ക്യാമ്പസ് മിനിസ്ട്രിയുടെ മേഖലകളിൽ, വടക്കേ ഇന്ത്യയിൽ സുവിശേഷം ഒരു പ്രാവശ്യം പോലും എത്തിച്ചെല്ലാത്ത സ്ഥലങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയിൽ 6 ലക്ഷം ഗ്രാമങ്ങളിൽ 4 ലക്ഷം ഗ്രാമങ്ങളിൽ സുവിശേഷം ഒരു പ്രാവശ്യം പോലും ചെന്നിട്ടില്ല. നമ്മൾ ഈ TV കാണുമ്പോൾ ഓർക്ക് ഇവിടെ വലിയ ഉണർവ് ഒന്നുമില്ല. 4 ലക്ഷം ഗ്രാമങ്ങളിൽ ഒരു പ്രാവശ്യം പോലും ആര് പോകും? ആരവരോട് പറയും? പട്ടണങ്ങളിലോ, സിറ്റീസിലോ, കോളേജസിലോ കൊയ്ത്ത് വളരെ, വേലക്കാരോ ചുരുക്കം. പ്രിയമുള്ളവരെ, കൊയ്ത്തിന്റെ സമയമാണ്. ഞാൻ ചുമ്മാ പറയല്ല. ഇന്നലെ നമ്മുടെ ബൈബിൾ സ്റ്റഡിയിലൂടെ കർത്താവിനെ അറിഞ്ഞ ഒരു വ്യക്തി ബോസ്റ്റണിൽ ഇന്നലെ വീട്ടിൽ വന്ന് എന്നോട് ആ സാക്ഷ്യം പറയുമായിരുന്നു. കൊയ്ത്തിങ്ങനെ കിടക്കുക, പക്ഷേ വേലക്കാരില്ല. കോളേജിലേക്ക് വിളിയ, കോളേജിൽ പോകാൻ ആരുമില്ല. നിങ്ങൾ ഇങ്ങോട്ട് വന്ന് ശുശ്രൂഷിക്കാമോ? റെഡിയാ. എല്ലാവരും പറയും, എല്ലാ വാതിലുകൾ അടഞ്ഞൊന്നുമില്ല. ഇപ്പൊ അറ്റ്ലീസ്റ്റ് വാതിലുകളൊന്നും അടഞ്ഞിട്ടില്ല, എല്ലാം തുറന്നിരിക്കുക. പോകാൻ ആളില്ലെന്നേ ഉള്ളൂ. വാതിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുക, പോകാൻ ഒരു മനുഷ്യരുമില്ല. അപ്പൊ അതിനെന്തോ നമ്മൾ ചെയ്യേണ്ടത്? ഒറ്റ കാര്യമുള്ളൂ. 38. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ. ഓൺലി വൺ സൊല്യൂഷൻ, പ്രേ ടു ദ ഗോഡ് ഓഫ് ഹാർവെസ്റ്റ്. അതുകൊണ്ട് ഇന്ന് കൂടി വന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? വേലക്കാരെ അയക്കേണ്ടതിന് പ്രാർത്ഥിക്കണം. നമുക്ക് വേറെ ഒരു ടെക്നീക്കില്ല, മനസ്സിലായോ? കർത്താവിന്റെ വേലയിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ വേറെ എന്താ പറയണ്ടേ, പരിപാടികളൊന്നുമില്ല. അങ്ങനെ ആരെങ്കിലും വല്ല പരിപാടിയിലൂടെ വേലക്കാരെ കൊണ്ടുവന്നാൽ he will come for the wrong reason, he will do it for the wrong reason, he will become a wrong testimony. മനസ്സിലായോ? അതുകൊണ്ട് നമുക്ക് ഗിമിക്സ് ഉപയോഗിച്ചൊന്നും വേലക്കാരെ ഉണ്ടാക്കാനൊക്കത്തില്ല. അങ്ങനെ ഗിമിക്സിലൂടെ വന്ന വേലക്കാര് കാരണമാണ് നമുക്കിപ്പം സഭയിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ, മനസ്സിലായോ? ബട്ട് ഇഫ് യു വാണ്ട് ട്രൂ ലേബറേഴ്സ് ഇൻ ദ വിന്യർഡ്, we have to pray to the Lord of the harvest. കർത്താവിനോട് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഈ സാറ്റർഡേ മോർണിംഗ് ബൈബിൾ സ്റ്റഡി ഫാമിലിയോട് ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ഈ വർഷം ദൈവത്തോട് യാചിക്കണം, കൊയ്ത്തിന്റെ യജമാനനോട് യാചിക്കണം. വേലക്കാരെ, ഹാർഡ് വർക്കിംഗ്, എഫിഷ്യൻറ്റ്, കമ്മിറ്റഡ്, ലോയൽ, ഗോഡ്ലി ലേബറേഴ്സ് ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ് നമുക്ക് ഒരുപാട് ആവശ്യമാണ് പ്രിയമുള്ളവർ. ഇറ്റ് ഈസ് എ ബിഗ് 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 നീഡ്. ഞാൻ
വളരെ ശക്തമായി വിശ്വസിക്കുന്നു. നിങ്ങൾ എൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഐ ബിലീവ് ഇറ്റ് ഈസ് ദ ടൈം ഓഫ് ഹാർവെസ്റ്റ്. എനിക്കിതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. കൊയ്ത്തിന്റെ സമയമാണ്. അതിനുവേണ്ടി വാതിൽ ഇനി എത്ര നാൾ ഇത് തുറന്നിരിക്കുന്നു പോലും എനിക്ക് കോൺഫിഡൻസ് ഇല്ല. ഐ ഡോണ്ട് നോ. കാരണം ദ പേസ് അറ്റ് വിച്ച് തിങ്സ് ആർ മൂവിങ്, ഐ ഡോണ്ട് നോ എത്ര നാളുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇപ്പം നമ്മുടെ പിതാക്കന്മാർ അധ്വാനിച്ചതും കണ്ണീരൊഴുക്കിയതിനും വിയർപ്പൊഴുക്കിയതിൻ്റെ ഒക്കെ കൊയ്ത്തിങ്ങനെ നമ്മുടെ മുമ്പിൽ നിൽക്കുക. പക്ഷെ കൊയ്യാൻ ഇല്ലെന്നുള്ളതാണ്. ഇന്നലെ ബൈബിൾ സ്റ്റഡിയുടെ ഞാൻ പറയായിരുന്നു, വി ഗോട്ട് ഇറ്റ് സോ ഈസി കമ്പയർ. ഞാൻ എൻ്റെ പിതാവൊക്കെ കടന്നു പോയതൊക്കെ കണ്ടു വളർന്നവൻ. അവരെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ശുശ്രൂഷയിൽ ഇറ്റ് കെയിം സോ മച്ച് മോർ ഈസിയർ ബിക്കോസ് ദേ ടുക്ക് ദ സ്റ്റിക്സ്, അല്ലേ? അവരതിൻ്റെ പ്രയാസം നമുക്ക്. പക്ഷെ ഇപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് പോയി ഹാർവെസ്റ്റ് ചെയ്യാൻ പോലും നമുക്ക് ആളില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. അതുകൊണ്ട് ഒരുപാട് നമുക്ക് പ്രാർത്ഥിക്കാൻ. ദൈവം നമുക്ക് ആളുകളെ തരും. ഗോഡ് വിൽ ഗിവ് us ആൻഡ് വി ക്യാൻ ഗോ ആൻഡ് ഹാർവെസ്റ്റ് ഇൻ ദ കമ്മിങ് ഡേയ്സ്. അതുകൊണ്ട് അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി നമുക്ക് പോകാം. ദൈവം നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്ന് രാവിലെ ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനത്തിലായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ അളവ് ചിലപ്പോൾ അല്പമാണ്, എങ്കിലും അങ്ങ് കരുണയുള്ള ദൈവമാകിയാൽ സ്തോത്രം. ദാവീദ് പുത്രായ കരുണ തോന്നണമേ, മറ്റൊന്നും ഞങ്ങൾക്ക് പറയാനില്ലപ്പാ. ഞങ്ങളുടെ വിശ്വാസത്തെ വരുന്ന ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കണം. കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കണം. കർത്താവെ, കൊയ്ത്ത് വളരെയധികം ഞങ്ങൾക്കറിയാം. ആര് പോകും കർത്താവെ? ഹൂ വിൽ ഗോ? ഞങ്ങൾ പോകും, ഞങ്ങൾ പ്രാർത്ഥിക്കും. കർത്താവ് ആളുകളെ അയക്കും. ഈ വരുന്ന വർഷം കൊയ്ത്തിൻ്റെ വലിയ വർഷമാക്കി ഞങ്ങൾക്ക് മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു മുഖാന്തരം യാചിക്കുന്ന കൃപയോടെ കേൾക്കണമേ.